അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പക്ഷെ എനിക്ക് ഭയങ്കര റീസെന്റ് ആയിട്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്ത്? ഇതൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ തെളിച്ചു പറയും. അതങ്ങനെയൊന്നുമില്ല. ഒരു ദുബായിലെ എന്തോ ഒരു ഇനോഗ്രേഷൻ. അപ്പൊ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ട്. അപ്പൊ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിക്കണമെന്നൊക്കെ. ഞാൻ വെയിറ്ററല്ല സാർ, ഞാൻ പുള്ളിയുടെ പട്ടിയുടെ കൂടെ അങ്ങനെ ഒന്ന് ഞാൻ ഇതിനകത്തിന് ഞാൻ ആ പാർട്ടി കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് ചോദിച്ചു. എന്നാലും അതല്ലല്ലോ. അപ്പം ഞാൻ എനിക്കത് എന്താന്ന് അറിയണം. ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയണം. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഞാൻ ചോദിച്ചു അവസാനം അയാൾ പറഞ്ഞു ഇതായിരുന്നു നമ്മുടെ MD-ക്ക് അനാർക്കലി ഒന്ന് താല്പര്യമുണ്ട്. ഭവാനി ഒന്ന് മനസ്സിലാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. പോയെ അപ്പൊ അവിടെ നിൽക്കുകയാണെങ്കിൽ പേയ്മെന്റ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. പണം എനിക്കൊരു പ്രശ്നമല്ല. എന്നെ ഇട്ടുമൂടാനുള്ള പണം ഞാനങ്ങ് ദുബായിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അപ്പൊ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഒന്ന് പോന്നേ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോ നമ്മൾ ഭയങ്കര ഒഫൻഡഡ് ആയിട്ട് അവരോട് ദേഷ്യപ്പെടുക. എനിക്ക് ഭയങ്കര സന്തോഷം. അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. അയ്യോ അവസാനം ആരെങ്കിലും എന്നോട് ചോദിച്ചല്ലോ. എന്താലേ അവന്റെ ആ ശുഷ്കാന്തി കണ്ടമല്ലയാ. അപ്പൊ ഞാൻ ഇങ്ങനെ എത്ര നാൾ വിചാരിക്കുന്നു അത്ര അട്രാക്റ്റീവ് അല്ലേ, ഇനി അതുകൊണ്ടാണോ ചോദിക്കാത്തത്? എനിക്ക് ഇപ്പൊ 10 കാശ് തരാൻ ആർക്കും താല്പര്യം. പിന്നെ എന്തിനാ മുത്തേ ചേട്ടൻ ജീവിച്ചിരിക്കുന്നേ?